ശ്ലോകം. അപ്പോ സംസാര ദുഃഖത്തിൽപ്പെട്ടുഴന്ന് അവിടെ രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഗുരുവിനെ സർവാത്മന ഈശ്വരബുദ്ധിയ ശരണമടഞ്ഞ ആ ശിഷ്യനെ കാരുണ്യം കൊണ്ട് ആർദ്രമായ കണ്ണുകളെ കൊണ്ട് കടാക്ഷിച്ചുകൊണ്ട് ശിഷ്യനെ ആശ്വസിപ്പിക്കണം, അഭയപ്രദാനം ചെയ്യണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. നീ വിചാരിക്കണ മാതിരി ഭയത്തിനോ ആശങ്കയ്ക്കോ അവകാശമില്ല കുട്ടി, നിനക്കൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ആദ്യം ആശ്വാസം കൊടുക്കണം. എന്നാലേ ഡോൺ വറി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോ തന്നെ കുട്ടിക്ക് ഞാൻ ശരിയായ സ്ഥലത്ത് എത്തി എന്നുള്ള വിചാരം ഉണ്ടാവും അല്ലേ? കുട്ടിയുടെ മനസ്സൊന്ന് ശാന്താവും. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സ് ശാന്തായാലല്ലേ പിന്നെ ഈ ഗുരു കൊടുക്കണ ഉപദേശം ആ കുട്ടിക്ക് വേണ്ട പോലെ കേട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ആകെ ടെൻഷൻ പിടിച്ച്, ആകെ പരിഭ്രാന്തനായിട്ട്, ആകെ ഭയചകിതനായിട്ട് വരുന്ന ഒരാളോട് നിങ്ങൾ നേരിട്ട് ഉപദേശിക്കാൻ പോയാൽ അത് ഇരിക്കില്ല. മനസ്സിലായോ? ആദ്യം മേക്കിംഗ് കൂൾ ഡൗൺ, കാം ഡൗൺ. ഡോൺ വറി, നീ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനൊരു വഴിയുണ്ട്, ഇരിക്കും എന്നോട് സമാധാനിപ്പിക്കണം. മനസ്സിലായോ? അതാ അടുത്ത ശ്ലോകം. വിദ്വാൻ സതസ്മാ ഉപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥോക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വോപദേശം കൃപയൈവ കുര്യാത്. വിദ്വാൻ സതസ്മാ ഉപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥോക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വോപദേശം കൃപയൈവ കുര്യാത്. വിദ്വാൻ സ തസ്മാ ഉപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥാ ഉക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വ ഉപദേശം കൃപയായവ കുര്യാത്. മുമുക്ഷവേ, ഇങ്ങനെ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുള്ള മോക്ഷേച്ഛയുണ്ട്, തീവ്രമായ മോക്ഷേച്ഛയാൽ പ്രേരിതനായി ഉപസത്തിമീയുഷേ, വിരിയാമണ്ണം തന്നെ ആശ്രയിച്ചവനും യഥാ ഉക്തകാരിണേ, ഗുരു എപ്രകാരമാണോ പറയണത് അതേമാതിരി ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ആളും പ്രശാന്തചിത്തായ, വിഷയങ്ങളിലുള്ള ആസക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, വിഷയങ്ങളിൽ പരിപൂർണമായ അതിൻ്റെ നശ്വരത മനസ്സിലായി വിഷയ വിരക്തി വന്നതുകൊണ്ട് ശാന്ത മനസ്സോടുകൂടിയവനും ശമാന്വിതായ, മനസ്സടങ്ങിയവനും ഇന്ദ്രിയങ്ങൾ വേണ്ട പോലെ നിയന്ത്രിതമായിട്ടുള്ളവനും ശമദമാദികളൊക്കെ ഉള്ള ആളെന്നർത്ഥം. തത്വോപദേശം കൃപയേവ കുര്യാൽ, അങ്ങനെയുള്ള ആ ശിഷ്യന്, ആ മഹാത്മാവ് കൃപയായവ, കൃപയോടുകൂടി തത്വോപദേശം ചെയ്യണം എന്നാണ് ശ്ലോക താല്പര്യം. എങ്ങനെയുള്ള ആളാണ് ശിഷ്യൻ? മുമുക്ഷവേ, എനിക്ക് മോക്ഷം മാത്രമേ വേണ്ടൂ, എനിക്ക് സംസാര ദുഃഖങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം, ഈ പാരതന്ത്യത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്നുള്ള തീവ്രമായ ഇച്ഛയുള്ള ആളാണ്. സാധു, സാധു എന്ന് വെച്ചാലോ സാധു പാവുന്നർത്ഥമല്ല, പിന്നെയോ നോബിൾ പേഴ്സൺ, ഒരു സജ്ജനം, നല്ല മനുഷ്യൻ, അങ്ങനെയുള്ള ആളാണ്. യഥാ ഉക്തകാരനെ, യഥാ ഉക്തകാരൻ എന്ന് പറഞ്ഞാലോ ഗുരു യഥാ ഉക്തം തഥാ കരോതി യഥോക്തകാരി. ഗുരു എപ്രകാരം പറയോ അപ്രകാരം ചെയ്യും എന്ന് പറഞ്ഞ എന്തർത്ഥം? ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആള് എന്നർത്ഥം. ഗുരു ഉപദേശിക്കുന്നു, പക്ഷേ ശിഷ്യൻ എന്ത് ചെയ്യണു? അത് കേട്ടിട്ട് തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ശിഷ്യന്മാരുടെ സ്വഭാവം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഗുരുപദേശം ഫലിക്കാത്തത്. ഗുരു എന്ത് പറഞ്ഞാലും അതിനെ യാതൊരു ചോദ്യം ചെയ്യലില്ലാതെ റെഡി ടു ഡു എനിത്തിങ് ആൻഡ് എവറിതിങ്, ആ സന്നദ്ധത. മനസ്സിലായോ? ഇതില്ലെങ്കിൽ ഈ ആത്മബോധം ഉണ്ടാവാൻ പറ്റില്ല. നമ്മളങ്ങനെയല്ല. ഇന്നത്തെ മോഡേൺ ടൈമിൽ ഇതൊക്കെ വളരെ വളരെ പ്രയാസമാണ്. എന്താ കാരണം? നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോക്ഷേച്ഛ തീവ്രമായിട്ടില്ല, വിവേകമില്ല, വൈരാഗ്യമില്ല, ശമല്ല, ദമല്ല, തീക്ഷയില്ല, ശ്രദ്ധയില്ല, സമാധാനമില്ല. ഈ പറഞ്ഞ സാധന സ്വരൂപത്തിന്റെ കമ്മി വരുമ്പോൾ ഗുരുവിനെ പഠിപ്പിക്കാൻ പോകും നമ്മൾ, അല്ലേ? അങ്ങനെയല്ല. ഗുരു കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ കിണറ്റിൽ ചാടാൻ തയ്യാർ. പക്ഷെ കിണറ്റിൽ ചാടാൻ ഗുരു പറയോ? പറയില്ല.
അതാണ്. അങ്ങനെ എങ്കിൽ നമ്മൾ കണ്ട് പ്രയോഗം ഉണ്ടല്ലേ ഭാഷയില്. അല്ല ഇനിയിപ്പോ ഗുരു കിണറ്റിൽ ചാടാൻ പറഞ്ഞു വെച്ചാൽ ശിഷ്യൻ ചാടിയിരിക്കും. എന്താ കാരണം? ശിഷ്യന് അത്ര വിശ്വാസമുണ്ട്, കിണറ്റിൽ ചാടാൻ പറഞ്ഞ ഗുരുവിന് എന്നെ കൊണ്ടെത്തി രക്ഷിക്കാനും കഴിയുന്നു. മനസ്സിലായോ? ആ ഭാവമാണ്, മാനസികമായ ഭാവമാണ് വേണ്ടെന്നർത്ഥം. അടിമത്തമല്ല, ഇന്റലക്ച്വൽ സ്ലേവറി അല്ലത്. ആ ബൗദ്ധികമായ അടിമത്തം ധരിക്കരുത്. പിന്നെയോ ആ ഗുരുവിലുള്ള ശ്രദ്ധ, ഭക്തി, വിശ്വാസങ്ങളാണത്. അപ്പൊ യഥാ ഉക്തകാരിനെ, എപ്രകാരമാണോ ഗുരു ഉപദേശിക്കുന്നത് അപ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആള്. മറ്റൊരർത്ഥം എന്താ? ശാസ്ത്രവിധി, ശാസ്ത്രം യഥാഉക്തം. എന്താ ഗുരു പറയണത്? ഗുരുവിന്റെ കപോലകൽപിതമായ അഭിപ്രായം അല്ല പറയണത്. ശാസ്ത്ര നേരത്തെ സൂചിപ്പിച്ചു, ശ്രുതിസുഖം, ശ്രുതിസുഖമായിട്ടുള്ളതാണ്. ഗുരുവിന്റെ വാക്ക് കേൾക്കാൻ സുഖമായിട്ടുള്ളതാണ്. മാത്രമല്ല ഇനി ശ്രുതിയുടെ സാരമാണ്, വേദസാരമാണ്. വേദത്തിൽ എന്ത് പറഞ്ഞോ അതാണ് ഉപനിഷത്തിൽ പറഞ്ഞ ആശയമാണ് ഗുരു പറയണത്. അപ്പോ യഥാഉക്തകാരൻ ഒരർത്ഥം എന്താ? ഗുരു പറഞ്ഞ മാതിരി ജീവിക്കുന്ന ആള്, പ്രവർത്തിക്കുന്ന ആള്. രണ്ടാമതോ ഗുരു പറഞ്ഞത് എന്താ? ശാസ്ത്രത്തെയാ. അപ്പോഴോ ആ ശാസ്ത്രവിധികള് കേട്ടു അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ആള്. വേദോ നിത്യമധീയതാം എന്ന് പറഞ്ഞു. വേദം എന്നും പഠിക്കണം, ശാസ്ത്രം പഠിക്കണം. തതുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. ആ ശാസ്ത്രം പഠിച്ചോണ്ടായില്ല, ശാസ്ത്രം നിഷ്കർഷിക്കുന്ന രീതിയിൽ, അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ തയ്യാറുള്ളവൻ യഥോക്തകാരനെ. പ്രശാന്തചിത്തായ ശമാന്വിതായ, ഇത് ശിഷ്യന്റെ യോഗ്യതയെ കാണിക്കുക. മുമുക്ഷവേ, എല്ലാ ഗുണങ്ങളും ഇവിടെ പറഞ്ഞു. മനസ്സ് ശാന്തച്ച മനസ്സ് കാമായിട്ടുള്ള ആള്. പ്രശാന്തത്തിൽ പ്രകർഷേണ ശാന്തം, നല്ലോണം ശാന്തായിരിക്കും. എന്താ മനസ്സ് അശാന്താവാൻ കാരണം? വിഷയങ്ങളിൽ അഭിലാഷമാണ്, മോഹമാണ്, വിഷയാഗ്രഹങ്ങളെ കൊണ്ടാണ്. രാഗം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ്, രാഗദ്വേഷങ്ങളെ കൊണ്ട് മനസ്സ് ഇളകി മറിഞ്ഞിരിക്കും. ഈ പ്രപഞ്ച വിഷയങ്ങൾ, ദൃശ്യപ്രപഞ്ചം മുഴുവനും നശ്വരമാണെന്ന് ബോധിച്ച ആളല്ലേ ശിഷ്യൻ. എന്താ കാരണം? കർമ്മം കൊണ്ട് നേടാൻ സാധിക്കില്ല. നാസ്തി അകൃതകൃതേന. പ്രപഞ്ചത്തിന്റെ, സംസാരത്തിന്റെ നശ്വരതയെ മനസ്സിലാക്കിയ ഒരാളാണ് സത്യസാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹത്തോടുകൂടി ഗുരുവിനെ സമീപിക്കണതേ. അപ്പൊ അയാൾക്ക് എന്താ പറയാ, അനാസക്തി വേണ്ട പോലെ വന്നിട്ടുണ്ട്, വിഷയങ്ങളിലുള്ള വൈരാഗ്യം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തം. ശമാന്വിതായ, ശമാന്വിതം ചലോ ശമത്തോടു കൂടിയവൻ, അന്വിതച്ച കൂടിയവൻ. ശമം ശമാന്വിത, ശമം മാത്രമല്ല, ശമം, ദമം, തിരിക്ഷ, ശ്രദ്ധ, ഉപരതി, സമാധാനം മുതലായ ശമാധി 6 സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു. ഷഡ് സമ്പത്തി അതുള്ള ആള്. മുമുക്ഷവേ, മോക്ഷയിച്ചു ആണ് അവർ സാധന എല്ലാം പറഞ്ഞില്ലേ. ഇതുണ്ടായ സ്വാഭാവികമായിട്ട് മനസ്സ് ശാന്തമാവും. അങ്ങനെയുള്ള ആളാണ് എന്ത്? ശരിയായ അധികാരി. അങ്ങനെയുള്ള ആ അധികാരിയായ ശിഷ്യനെ വിദ്വാൻ, വിദ്വാൻ ഇവിടെ ഗുരുവാണ്. ആ പൂർവ്വശ്ലോകത്തില് സ മഹാത്മാ ദധ്യാതപീതിം സഹസാ മഹാത്മാ, തന്നെ ഇപ്രകാരം ശരണമടയുന്ന ശിഷ്യനെ കാരുണ്യ ദൃഷ്ടി കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അഭയം കൊടുക്കണം മഹാത്മാവെന്ന്. അവിടെ ഗുരുവിന് മഹാത്മാവെന്ന വിശേഷണം, ഇവിടെ ഈ ശ്ലോകത്തിൽ ഗുരുവിന് വിദ്വാൻ എന്ന് വിശേഷണം. എന്താ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠത്തെ കാണിക്കുക. ഒരു വാക്ക് പോലും ആചാര്യസ്വാമികൾ ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ തത്വ അർത്ഥമുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. മഹാത്മാച്ചെന്താ? എല്ലാ തരാചരങ്ങളിലും കുടികൊള്ളുന്ന ആത്മസ്വരൂപത്തെ സ്വരൂപമായി സാക്ഷാത്കരിച്ച ആള്, ബ്രഹ്മനിഷ്ഠനായ ആള്, അനുഭൂതി രസികനായ ആള്. വിദ്വാൻ എന്ന് പറഞ്ഞിട്ടോ ശ്രോത്രിയനാ, ശാസ്ത്രത്തെ വേണ്ട പോലെ പഠിച്ച ആളാ. അവർക്കേ ശിഷ്യന്റെ സംശയം തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടും ചേർത്തു. ശിഷ്യന്റെ യോഗ്യതയും പറഞ്ഞു അല്ലേ. അങ്ങനെയുള്ള ആ ശിഷ്യന് തത്വോപദേശം കുര്യാത്, തത്വോപദേശം ചെയ്യണം. എന്തിനു തത്വോപദേശം ചെയ്യണം? കൃപ കൊണ്ട്. ഗുരു വളരെ കൃപയോടുകൂടി ചെയ്യണം എന്നാണ് നിയമം. വേറെ എന്തൊക്കെ യോഗ്യത ഗുരുവിനുണ്ടായിട്ടും കാര്യമില്ല. ശിഷ്യോപദേശത്തിന് ഗുരുവിനുണ്ടാവേണ്ട ഏറ്റവും വലിയ മഹിമ കൃപയാണ്. വെറും കരുണയോ അനുകമ്പയോ അല്ല അത്ര കൃപ. ഒരു ഗുരുദേവൻ ഈ കൃപയെ പറയണ എങ്ങനെയാ? കരുണയിൽ വേവിച്ച് പ്രേമമാകുന്ന മധുരം ചേർത്ത് പരസ്പര ധാരണയാകുന്ന സ്വർണത്തളികയിൽ വിളമ്പുന്ന വാത്സല്യഭാവം, ആ ശിഷ്യനോടുള്ള വാത്സല്യഭാവമാണ് അത്ര കൃപ. അതായോ എത്രയൊക്കെ ഞാനുണ്ടായാലും ക്ഷമ, ശിഷ്യന്റെ തെറ്റിനെ പൊറുക്കാനുള്ള ക്ഷമ വേണം. കണക്കില്ലാത്ത ക്ഷമ വേണം. അനുകമ്പ വേണം ശിഷ്യനോട്, സഹിഷ്ണുത വേണം, വാത്സല്യം വേണം. ഇങ്ങനെയുള്ള ഔദാര്യ ഗുണങ്ങളില്ലാത്ത
പെട്ടെന്ന് കോപിക്കുന്ന ക്ഷിപ്രകോപികളായ ഒരാൾക്ക് ഗുരുനാഥനാവാൻ പറ്റില്ല. ആത്മാനുഭൂതിയും മഹനീയൊക്കെ ഉണ്ടായാലും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കൃപയാ ഏവ കുര്യാത്. കരുണാസിദ്ധു എന്നൊക്കെ വീണ്ടും വീണ്ടും പറയാൻ കാരണത ആ തന്റെ സാക്ഷാത്കാര അനുഭൂതിയിൽ നിന്ന് ആ ഗുരു താഴത്തെ ഈ ശിഷ്യന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ശിഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളെയും പുറത്ത് സഹിച്ച് അവനെ ഉദ്ധരിക്കണമെങ്കിലേ കുറച്ചൊന്നും പോരാ കൃപ, കാരുണ്യം. എന്താ കാരണം? താനും ഒരു കാലത്ത് സാധകനായിരുന്നല്ലോ. അത് താൻ അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ ദുഃഖം കാണുന്ന സമയത്ത് ഈ സാധകന്റെ ആ വിഷമം മനസ്സിലാക്കിയിട്ട് അതിനെ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു കാരുണ്യം കൊണ്ട്. അതെ, അതുകൊണ്ട് തത്വ ഉപദേശം അവിടെ പിന്നെ ഇങ്ങനെയുള്ള ജിജ്ഞാസുവായ തീവ്രമൂക്ഷുവായ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് വന്ന പിന്നെ ഒരു കൊല്ലം ആശ്രമത്തിൽ സേവ ചെയ്ത് കൂടുക എന്ന് പറയാൻ പാടുമോ? ഇല്ല. ഇനി ഉടനെ കൊടുത്തോളണം ഉപദേശം, തത്വോപദേശം, തത്വത്തിന്റെ ഉപദേശം. തത്വോപദേശം എന്നാണല്ലോ തത്വസ്യ ഉപദേശ, തത്വോപദേശ. തത്വബോധം എന്ന് കേട്ടല്ലേ? അതെ. എന്താണ് തത്വം? തത്വം ച ആ സത്യം. എന്താണ് ആ സത്യം? ആ പരമാത്മ സത്യത്തെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കണം. ബ്രഹ്മവിദ്യ പഠിപ്പിക്കണം എന്നർത്ഥം, ആത്മോപദേശം ചെയ്യണം എന്നർത്ഥം. ഇങ്ങനെ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചാൽ ഗുരു എന്ത് ചെയ്യും എന്ന് പറയും. ചെയ്യണം എന്ന് വിധിയില്ല, നമ്മളതിനെ ഇങ്ങനെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഗുരുവിനെ, ഇങ്ങനെ ഒരു ശിഷ്യൻ ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിച്ചാൽ ആ ഗുരു എന്ത് ചെയ്യും? ആ ഗുരു ആ ശിഷ്യന് ആ ആത്മവിദ്യ ഉപദേശിക്കും, ആത്മോപദേശം ചെയ്യും എന്ന് പറയാണ് ഭഗവാൻ ആചാര്യസ്വാമികൾ. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ ഇതിലൂടെ എന്താ പറയണത്? ഇവിടെ ഇപ്പൊ ഗുരു ആരാ? ആ ശങ്കര ഭഗവത്പാദരാണ് ഗുരു. നമ്മൾ ഓരോരുത്തരും ശിഷ്യരായി കേൾക്കണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലായോ? ഈ ഗുരുവില്ലാതൊന്നും ആരും പറയണ്ട. വിവേകബ്രാഹ്മണി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അവതാരമല്ലേ ശങ്കരം, ശങ്കരാചാര്യം എന്നാണ് അല്ലേ? സാക്ഷാൽ ശങ്കരൻ തന്നെ ശങ്കരാചാര്യരായിട്ട് ഭൂമിയിൽ വാണത്. അപ്പോ ആ ശങ്കരാചാര്യരാണ് ഗുരു. നമ്മളാണ് സാധകന്മാര്. നമ്മളാവുന്ന സാധകന്മാരോടാണ് അവിടുന്ന് പറയണത് ഈ ഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. തത്വോപദേശം അല്ലാതെ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യിപ്പിച്ച് ആ ശിഷ്യന്റെ സമയം കളയാൻ പാടില്ല. അപ്പൊ എന്താ ഇവിടെ പറയണത്? ഈ ശിഷ്യന്റെ വരവും ശിഷ്യന്റെ വർത്തമാനവും ശിഷ്യന്റെ ആ സമീപനവും ഒക്കെ കാണുമ്പോൾ ഗുരുവിന് മനസ്സിലാവും ഇവൻ ഈ ആത്മവിദ്യക്ക് അധികാരിയാണോ അല്ലയോ. മനസ്സിലായോ? സൽപാത്രത്തിൽ വിദ്യ കൊടുക്കണം എന്നാണ് പറയാൻ. മനസ്സിലായോ? പാറപ്പുറത്ത് വിതയ്ക്കുന്ന വിത്ത് തുടങ്ങിപ്പോളൂ അല്ലേ? നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണ്ട വിത്ത് വിതയ്ക്കാൻ, എന്നാലും നല്ല വിളവുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ഉത്തമനായ ശിഷ്യനെ കാത്തിരിക്കുക നല്ല ഗുരുക്കന്മാര്. അറിയോ? ഇപ്പൊ നമ്മുടെ പക്വതയും പാകതയും കുറവുകൊണ്ടാ നമുക്ക് നല്ല ഗുരുക്കന്മാരെ ലഭിക്കാത്തതെന്ന്. അതാണ് മനസ്സിലാക്കണം. നമ്മൾ പാകപ്പെട്ടാൽ ഗുരു വരികയായി. നിമി എന്ന ചക്രവർത്തി ഭാഗവത്തിലൊക്കെ കാണാം നിങ്ങൾക്ക്. മഹാനായ വിവേകിയായ അദ്ദേഹം എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഭഗവത് ആരാധനാരൂപേണ ജീവിതം നയിച്ച ആള്. അദ്ദേഹം യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാഗശാലയിലേക്ക് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ 1 അല്ല 9 ഗുരുക്കന്മാര്, നവയോഗികള് എഴുന്നള്ളുക. ഇങ്ങോട്ട് വന്നപ്പോ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നിമിക്ക്. ഉടനെ അവരെ ഭക്തി ആദരത്തോടുകൂടി പൂജിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരു നിമിഷമെങ്കിലും നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളൊന്നും കാണാൻ സാധിക്കുക, അവരിൽ നിന്ന് സത്സംഗം ഉണ്ടാവുക വെച്ചാൽ അതാണ് ഏറ്റവും വലിയ നിധി ലാഭം. അതുകൊണ്ട് എനിക്ക് ആത്മബോധമുണ്ടാവാൻ ഭഗവാൻ ഉപദേശിച്ച ഭാഗവധർമ്മം ഉപദേശിക്കണം വെച്ചാലും എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ഗുരുവിനെ അന്വേഷിച്ചു പോയോ നിമി? പലയിടത്തും നമുക്ക് കാണാം ഇങ്ങോട്ട് വരികയാണ് ഗുരു. നമുക്ക് ഈ ഭാഗവത്തിൽ കാണാം, രഘുഗണ രാജാവ് കപില മഹർഷിയാവുന്ന ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടതാ. പക്ഷെ കപില മഹർഷിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭാഗവതം വന്ന സമയത്ത് ഭരതയോഗീശ്വരന്റെ രൂപത്തിൽ ഗുരു ഇങ്ങോട്ട് വന്നു അല്ലേ? ധാരാളം നമുക്ക് കാണാം. ഇനി ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ നോക്കിയാലോ, തന്റെ ഭക്തനും ഭൃത്യനും സേവകനും ഒക്കെയാണ് ആര്? ഉദ്ധവരും അതെ, അർജുനും അതെ. പക്ഷെ അവരോടുകൂടി എത്രയോ കാലം കഴിഞ്ഞപ്പോഴൊന്നും ഭഗവാൻ ഈ തത്വോപദേശം ചെയ്തോ? ഇല്ലല്ലോ. എപ്പോഴാണോ ശിഷ്യഭാവത്തിൽ ഉദ്ധവനും അതുപോലെ അർജുനനും തന്നെ ശരണമടഞ്ഞത്, അവരിൽ ആ തീവ്ര മുമുക്ഷുത്വം പ്രകടമായത്, പ്രപഞ്ചത്തിന്റെ നിസ്സാരത നല്ലോണം ബോധ്യപ്പെട്ടു എന്ന് അവരുടെ വാക്കിലൂടെ പ്രകടമായത്, അപ്പോഴല്ലേ ഭഗവാൻ തത്വോപദേശം കൊടുത്തത്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഈ തത്വോപദേശം ഇങ്ങനെ എല്ലാവർക്കും വാരി വിളമ്പേണ്ടതല്ല.
മനസ്സിലായോ? ഇവിടെ അനധികാരി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു എന്ത് പ്രത്യേക കുലത്തിലും വർണ്ണത്തിലും കുടുംബത്തിലും ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അതങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഒരു കാലത്ത്, അങ്ങനെ പലരെയും വിലക്കി. അത് അപകടമായി. അതാ ഇവിടെ ജന്മം കൊണ്ടല്ല ഇവിടെ പറഞ്ഞത്. പിന്നെയോ മനസ്സിന് വേണ്ട ഗുണങ്ങളാണ് അർത്ഥം. ഈ മാനസികമായ ഗുണങ്ങളാണ് വിവേക വൈരാഗ്യാദികള്, ശ്രദ്ധാഭക്തി ഇത്യാദികളൊക്കെ. ഇതൊക്കെ ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ഗുരു തത്വോപദേശം, ആത്മതത്വത്തെ ഉപദേശിക്കണം. ശരി, ഹരിയോ.